നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. തടി കയറ്റാനെത്തിയ ക്രെയിൻ 5 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം മാണികാവ് വട്ടിയന്തങ്ങൽ റോഡിൽ കുത്തനെയുള്ള ഇറക്കത്തിൽ. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി മരങ്ങാട്ടുപള്ളിയിൽ നെൽകൃഷിക്ക് കളമൊരുങ്ങുന്നു. ഡിവൈഎഫ്ഐ ഫ്രീഡം പരേഡ് പ്രചാരണ പദയാത്രയ്ക്ക് കുറവലങ്ങാട് മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. താലൂക്ക് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വാഹന പ്രചാരണവുമായി സിപിഐ. സംസ്ഥാനത്ത് സിപിഎം നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് കുറവലങ്ങാട് മണ്ഡല കമ്മിറ്റി പ്രകടനം. വാർത്തകൾ വിശദമായി. തടി കയറ്റാനെത്തിയ ക്രെയിൻ 5 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം മാണികാവ് വട്ടിയന്തങ്ങൽ റോഡിൽ കുത്തനെയുള്ള ഇറക്കത്തിൽ. അപകടത്തിൽ കൊച്ചുകുട്ടികളും ഡ്രൈവറുമടക്കം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡിലെ കല്ലുകൾ തകർത്താണ് സമീപമുള്ള കൃഷിയിടത്തിലേക്ക് ക്രെയിൻ മറിഞ്ഞത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. വലിയ ശബ്ദം കേട്ടതോടെ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികളടക്കമുള്ളവർ ഉറക്കെ നിലവിളിച്ചതോടെ വലിയ അപകടമാണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞാണ് പലരും സ്ഥലത്തെത്തിയതെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. കൊച്ചു കുട്ടികളടക്കമുണ്ടായിരുന്നവർ വാഹനത്തിലുണ്ടായിരുന്നുവെന്നും ഇവരെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായതെന്നുമാണ് തദ്ദേശവാസികളുടെ നിലപാട്. കൊടിയ വളവും കുത്തനെയുള്ള ഇറക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തുന്നത്. റോഡരികിലെ കരിങ്ക് പൂർണ്ണമായി തകർത്ത് അയൽ കൃഷിയിടത്തിലേക്കാണ് ക്രെയിൻ മറിഞ്ഞത്. ചെറിയ റബ്ബർ മരങ്ങളടക്കം ഒടിച്ചാണ് ക്രെയിൻ കിടക്കുന്നത്. കൂത്താട്ടുകുളത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സ്ഥലത്തിന് സമീപത്തായി തടി കയറ്റുന്നതിനായി എത്തിയതാണ് ക്രെയിനെന്ന് തദ്ദേശവാസികൾ പറയുന്നു. ഒറ്റക്കെട്ടുണ്ട് ഓടി വരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരും അവരൊക്കെ ഡ്രൈവറൊക്കെ വഴി കയറി നിൽക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പല ആളുകളിങ്ങനെ വന്നു കൂടി. മറ്റേ ആളിന്റെ അപകടം ഇല്ലെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ നമ്മുടെ പണിയിലേക്ക് പോകും. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി മരങ്ങാട്ടുപള്ളിയിൽ നെൽകൃഷിക്ക് കളമൊരുങ്ങുന്നു. പഞ്ചായത്തിലെ ഫാം സ്കൂൾ പദ്ധതി ജനശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് പുതിയ കാർഷിക മുന്നേറ്റം. ബെൽജി ഇമ്മാനുവൽ പ്രസിഡന്റായുള്ള മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് കാർഷിക മേഖലയ്ക്ക് കരുത്തുറ്റ സംഭാവനകൾ നൽകുവാനും കാർഷിക മേഖലയുടെ പ്രോത്സാഹനത്തിനുമായി നടപടികൾ സ്വീകരിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കി സാമ്പത്തിക വ്യവസ്ഥിതി നിലകൊള്ളുന്ന മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ തരിശുഭൂമികൾ പൂർണ്ണമായും ഇല്ലാതാക്കാനും കാർഷിക മേഖലയ്ക്ക് നവോന്മേഷം നൽകാനുമാണ് ബെൽജി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ പരിശ്രമങ്ങൾ നടന്നുവരുന്നത്. തരിശു കിടക്കുന്ന പാടമടക്കമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി നെൽകൃഷി ഇറക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഉത്പാദന മേഖലയിൽ കാർഷിക ഉത്പാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും വിധം ഫണ്ട് വകയിരുത്തിയാണ് പഞ്ചായത്ത് ഭരണസമിതി വേറിട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തരിശുരഹിത പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയെടുക്കുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അതുല്യമായ മുന്നേറ്റം നടത്തുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാന വിലയിരുത്തൽ. കാർഷിക മേഖലയ്ക്ക് അതുല്യമായ മുന്നേറ്റം നടത്താൻ ആവുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്പാദന ചെലവിലെ വർധനവും തൊഴിലാളികളുടെ അഭാവവും മൂലമാണ് ബഹുഭൂരിപക്ഷം കർഷകരും നെൽകർഷകരിൽ നിന്ന് പിന്തിരിയാൻ ഇടയായത് എന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും യന്ത്രവൽകൃത കൃഷി നടപ്പിലാക്കുവാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. നിലവിലുള്ള കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ തരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൂടുതലും കഴിയുന്നത്ര പ്രദേശത്ത് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ കർഷകരുടെ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഈ വർഷം നമ്മളൊരു നെൽകൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പ്രീ സീസൺ ട്രെയിനിങ് ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവഴി നമുക്ക് ഈ പഞ്ചായത്തിൽ ഏകദേശം 50 ഏക്കറോളം സ്ഥലം നിലവിൽ കൃഷി ചെയ്യാൻ പറ്റിയ നിലയിലുണ്ട്. അപ്പോൾ അത്രയും സ്ഥലത്തെങ്കിലും ഈ ഒക്ടോബർ ആദ്യ വാരത്തോടെ രണ്ടാം വിള കൃഷി തുടങ്ങാനായിട്ട് കർഷകർക്ക് പരമാവധി പ്രോത്സാഹനവും അതുപോലെ തന്നെ വിവിധ പദ്ധതികളിൽപ്പെടുത്തി സഹായവും ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴിവിടെ നെൽകർഷകരുടെ നമ്മുടെ കോടായിൽ നിന്നുള്ള സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധന ലാബ് എത്തിച്ചേർന്നിട്ടുണ്ട്. കർഷകരുടെ മണ്ണ് പരിശോധിച്ച് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ അവലംബിക്കുകയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഡിവൈഎഫ്ഐ ഫ്രീഡം പരേഡ് പ്രചാരണ പദയാത്രയ്ക്ക് കുറവിലങ്ങാട് മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. കുറവിലങ്ങാട് നിന്ന് ആരംഭിച്ച കടുത്തുരുത്തി ബ്ലോക്ക് ജാഥ മാന്നാറിൽ സമാപിച്ചു. 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പദയാത്രയിൽ അണിയേർന്നു.
സ്വാതന്ത്ര്യ ദിനത്തിൽ പെരുവിൽ നടക്കുന്ന ഫ്രീഡം പരേഡിന്റെ മുന്നോടിയായാണ് ഡിവൈഎഫ്ഐ കടുത്തുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറവലങ്ങാട് നിന്ന് മാന്നാറിലേക്ക് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി KT പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു നൂറുകണക്കിന് യുവ പ്രവർത്തകർ പങ്കെടുത്ത കാൽനട പ്രചരണ ജാഥ. കുറവലങ്ങാട് നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് വെമ്പള്ളി, കാണക്കാരി, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുനിൽ തോമസ്, ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ. കുറവലങ്ങാട് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ CPI കുറവലങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗം ജോജോ സെബാസ്റ്റ്യൻ, പോഷക സംഘടനാ ഭാരവാഹികളായ MR രാജീവ്, പ്രണവ് ഷാജി എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വാഹന പ്രചാരണവുമായി CPI വാഹന പ്രചാരണ ജാഥയ്ക്ക് ഉഴവൂർ, കുറവലങ്ങാട്, കടുത്തുരുത്തി മേഖലയിൽ വൻ വരവേൽപ്പ്. ജാഥ മുണ്ടക്കയത്ത് നിന്ന് ആരംഭിച്ച് വൈക്കത്ത് സമാപിച്ചു. ഓഗസ്റ്റ് 10 സംസ്ഥാന വ്യാപകമായി CPI നടത്തുന്ന താലൂക്ക് ഓഫീസ് മാർച്ചിന് മുന്നോടിയായാണ് ജില്ലാതലത്തിലുള്ള ജാഥ കുറവലങ്ങാട് മേഖലയിൽ പര്യടനത്തിനെത്തിയത്. കുറവലങ്ങാട്, ഉഴവൂർ, കടുത്തുരുത്തി മേഖലയിൽ വൻ സ്വീകരണമാണ് CPI ജില്ലാ സെക്രട്ടറി PK ശശിധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ലഭിച്ചത്. മുണ്ടക്കയത്തിലെ കോരുത്തോട് നിന്ന് ആരംഭിച്ച ജാഥ വൈക്കത്ത് സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉഴവൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കുറവലങ്ങാട്ടേക്ക് ജാഥ പ്രവേശിച്ചത്. CPI ഭാരവാഹികളായ R സുശീലൻ, രാജു തെക്കക്കര, K വിജയൻ, R ബിജു, CPI ലോക്കൽ സെക്രട്ടറി AN ബാലകൃഷ്ണൻ എന്നിവർ കുറവലങ്ങാട്ട് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടുകൾ തിരുത്തുക, ക്രിമിനൽ വൽക്കരിക്കാനുള്ള കേരള കേന്ദ്ര ഗവൺമെന്റുകളുടെ നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. സംസ്ഥാനത്ത് CPM നടത്തുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുറവലങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു കുറവലങ്ങാട്ടെ പ്രകടനം. മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാവുങ്കൽ, DCC അംഗം ബേബി തൊണ്ടാങ്കുഴി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ തെന്നാട്ട്, PN മോഹനൻ, ജോസഫ് പുതിയടം, അനിൽ കാരക്കൽ, അജോ അറക്കൽ, ഷാജി വലിയകുളം, രാധാകൃഷ്ണൻ നായർ എന്നിവർ നേതൃത്വം നൽകി. കൊലപാതകളെ സംരക്ഷിക്കും, മലയാളികളെ സംരക്ഷിക്കും. ഞാൻ എപ്പോഴും പറയില്ല. ഇനി ഒരു ഇടവേള.